പകിട്ടാർന്ന പൂക്കളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കാൻ ചെറിയ ചെറിയ കുസൃതികളും ഒട്ടേറെ വിശേഷങ്ങളുമൊക്കെയായി ആർപ്പുവിളികളോടെ ലണ്ടൻ മലയാളം റേഡിയോയും നിങ്ങൾക്കൊപ്പം ചേരുകയാണ്. This program is sponsored by Swayam Properties, East Ham, London. നമസ്കാരം എല്ലാ എന്റെ മാന്യ ശ്രോതാക്കൾക്കും പൊന്നുഞ്ഞാലിലേറിയ ഒരു കൊട്ട പോസ്റ്റ് എന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംശയിക്കണ്ട കേട്ടോ, ഇത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി. ഓൺ ദി സ്പോട്ടിൽ കാണേണ്ടുന്ന ഈ ഞാനെന്താ ഒരു കൊട്ടയും വട്ടിയൊക്കെ പിടിച്ച് വീടാന്തരം കയറി പോസ്റ്റേ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലേ. പോരാത്തതിനതാ ഒരു ഊഞ്ഞാലും. അങ്ങനെയല്ലേ ചിലരെങ്കിലും ഇപ്പൊ വിചാരിച്ചത്? അതെ, ഓണമല്ലേ, അപ്പൊ പിന്നെ ഈ ഊഞ്ഞാലൊക്കെ വേണ്ടേ? അതും പോരാഞ്ഞ് ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു ഒരു പൊന്നൂഞ്ഞാല് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. എങ്ങനെയുണ്ട് കൊള്ളാവോ? ഓ, ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് പറയാമെന്നല്ലേ. അത്തപ്പൂക്കളം വേണോ അതോ പൊങ്കാലം മതിയോ എന്നൊക്കെ എന്നായിരിക്കും അല്ലേ? ഇല്ല ചേച്ചി വിചാരിച്ചത് അങ്ങനെ തന്നെയാണ് അല്ലേ ചേച്ചി? വിടമാട്ടേ, അപ്പോ നീ എന്നെ എങ്കേയും പോഹ വിടമാട്ടേ. ഓണം മൂത്തോത് നാഗവല്ലിയൊക്കെ ആവാൻ തുടങ്ങിയോ ഈ അമ്മണിക്കുട്ടി എന്നാണോ? വേണ്ട കേട്ടോ, നമുക്ക് മാറ്റി പിടിക്കാം. മലയാളിക്ക് ഓണമിങ്ങ എത്തിപ്പോയി. തുടക്കം ഗംഭീരമല്ലെങ്കിലേ മൊത്തം കൊളബായി എന്നാണൊരു ബംഗാളി പഴഞ്ചൊല്ല്. കേട്ടിട്ടില്ല? അയ്യേ, നിങ്ങളാരും കേട്ടിട്ടില്ല? ഓണത്തിന് ഇപ്പൊ ബംഗാളികളാണ് കൂടുതൽ ചുറുചുറുക്കോടെ നടക്കുന്നത്, അതറിയാമോ? അതുകൊണ്ടേ ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. അത് തന്നെ. ഓർമ്മയിലെ ഓണത്തിന് ഒരു പ്രത്യേക സുഗന്ധമാണ്. തിരിച്ചു കിട്ടാനാകാത്ത കുറേ ബാല്യകാല സ്മരണകൾ ഒരു നൊമ്പരം മാത്രമായി നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടല്ലേ. പക്ഷെ വിഷമിക്കണ്ട കേട്ടോ, അമ്മണിക്കുട്ടി ഓണത്തിന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളോട് എൻ്റെ ഓർമ്മയിലെ ഓണം ഒന്ന് പങ്കുവെക്കണം എന്നുള്ളത്. കേൾക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാൻ ഞാൻ എപ്പോഴേ റെഡിയാണ്. അതൊക്കെ ഒരു കാലം എൻ്റെ മാഷേ. പണ്ടേ വളരെ പണ്ടൊന്നുമല്ല, ഒരു 20 വർഷം മുമ്പ് കൊച്ചമ്മണിക്കുട്ടി കുഞ്ഞായിരുന്നപ്പോഴത്തെ ഓണമാണ് കേട്ടോ. ഒരു ഉത്സവമായിരുന്നു. ഓണം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവം, വലിയ ആഘോഷമായിരുന്നു. ഇന്നത്തെ പോലെ ക്ലബ്ബുകളും പബ്ബും അസോസിയേഷനിലും ഒക്കെ മുക്കിക്കൊണ്ടു പോകുന്ന ഒരു ഓണമൊന്നും ആയിരുന്നില്ല കേട്ടോ. അത് മെയിൻലി ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ പറയുമോ, നമ്മുടെ ഓണ പരീക്ഷയും അത് കഴിഞ്ഞിട്ടുള്ള വെക്കേഷനില്ലേ, 10 ദിവസത്തെ വെക്കേഷനാണ്. പിന്നെ പറയണ്ടോ, ഓണപരീക്ഷയുടെ ചൂടൊക്കെ കഴിഞ്ഞ് മഴ പെയ്ത് ഇറങ്ങിയ പോലത്തെ ഒരു ഫീലാണ് വെക്കേഷന് 10 ദിവസം കിട്ടുന്നത്. ഇനിയുണ്ടല്ലോ അടുത്ത പരിപാടി എന്തെന്നറിയാമോ, മുത്തശ്ശിയോടോ ഒക്കെ പറഞ്ഞ് വഴക്ക് കെട്ടി ഒരു ഊഞ്ഞാലിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ പറമ്പിൽ, അതായത് വലിയ മാവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഊഞ്ഞാല് കെട്ടി തരുന്നത് 2 കമുകിലും കൂടെ ആയിരുന്നു. അപ്പം ആ കമുകിൽ 2ലും കയറൊക്കെ കെട്ടി, മുത്തശ്ശിയാണെങ്കിൽ പാവം മടലൊക്കെ വെട്ടി, സീറ്റ് വേണ്ടേ, ഊഞ്ഞാലിന് സീറ്റൊക്കെ വേണ്ടേ, അപ്പം മടലൊക്കെ വെട്ടി ഉണക്കി ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രത്യേക സെറ്റപ്പ് ഒക്കെ വെച്ച് ഊഞ്ഞാലൊക്കെ സെറ്റപ്പ് ആക്കി തരുമായിരുന്നു. എന്നിട്ടോ ഞങ്ങൾ കുട്ടികളെല്ലാം ടേൺ വെച്ച് 10 ആട്ടം ഞാൻ, അത് കഴിഞ്ഞിട്ടുള്ള 10 ആട്ടം എൻ്റെ പുറകെ വരുന്നവർ, അങ്ങനെ എല്ലാവരും ടേൺ വെച്ച് ഊഞ്ഞാലൊക്കെ ആടി. ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് പോട്ടെ, അതിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അടുക്കളക്കാരും കേൾക്കണോ, ഈ മുത്തശ്ശിയും അമ്മയും ആന്റിമാരും പിന്നെ വീട്ടിൽ അല്ലറ ചില്ലറ എല്ലാ ആൾക്കാരും കാണും. അവരെല്ലാം കൂടെ ഉപ്പേരി വറക്കുന്നു, കളിയടയ്ക്ക ചുടുന്നു, മാവുണ്ടി ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാമോ? കളിയടയ്ക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് വല്ലതും അറിയാമോ? കളിയടയ്ക്ക വാട്ട് ഇസ് ഇറ്റ് മമ്മി എന്നാണ് ചോദിക്കുന്നതല്ലേ. മോനെ, കളിയടയ്ക്ക ഇസ് ടൈപ്പ് ഓഫ് ആൻ ഉണ്ട, ലൈക്ക് എ സ്മോൾ തിങ് എന്നൊക്കെ പറഞ്ഞു വരാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂട്യൂബിലെങ്കിലും പോയി ആ കളിയടയ്ക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികളെ കൂടെ ഒക്കെ കാണിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ മുഖത്തൊക്കെ ചെയ്യും, വാട്ട് ഈസ് ഓണം മമ്മി, വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ് എന്ന് ചെയ്യും. അത് കേൾക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഓണത്തെ പറ്റിയും ഓണത്തിന്റെ വിശേഷങ്ങളും നമ്മൾ അനുഭവിച്ച ഓണത്തിന്റെ ആ ബാല്യകാല സ്മരണകളും അതേപടി തന്നെ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടല്ലോ. അപ്പോൾ നല്ലൊരു ഓണപ്പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം അല്ലേ. പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റുമായി ഞാൻ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പൊന്നിൻ ചിങ്ങത്തേരിലേറി ഓണം വന്നേ, തുമ്പപ്പൂക്കൾ കാറ്റിലാടും താളം വന്നേ,
കാറ്റിലാടും താളം വന്നേ. കാണം വിറ്റും പോണമുണ്ണാൻ അത്തപ്പൂക്കളമൊന്നൊരുക്കാൻ. കാണം വിറ്റും പോണമുണ്ണാൻ അത്തപ്പൂക്കളമൊന്നൊരുക്കാൻ. വള്ളപ്പാട്ടുകൾ പാടിക്കൊണ്ട് മാവേലി തമ്പുരാനെ വരവേറ്റിടാം, ആർപ്പോടെ വരവേറ്റിടാം. വള്ളപ്പാട്ടുകൾ പാടിക്കൊണ്ട് മാവേലി തമ്പുരാനെ വരവേറ്റിടാം, ആർപ്പോടെ വരവേറ്റിടാം. പൊന്നിൻ ചിങ്ങത്തേരിലേറി ഓണം വന്നേ, തുമ്പപ്പൂക്കൾ കാറ്റിലാടും താളം വന്നേ. പൊന്നിൻ ചിങ്ങത്തേരിലേറി ഓണം വന്നേ, തുമ്പപ്പൂക്കൾ കാറ്റിലാടും താളം വന്നേ. മണ്ണിൽ വിണ്ണാം കേരളത്തിൽ പൂവിളിയുണരും നേരമായി. മണ്ണിൽ വിണ്ണാം കേരളത്തിൽ പൂവിളിയുണരും നേരമായി. ഓണപ്പാട്ടുകൾ പാടിക്കൊണ്ട് പൂത്തുമ്പി പെണ്ണൊരുങ്ങി കളിയാടിടാം, കൈകൊട്ടി കളിയാടിടാം. ഓണപ്പാട്ടുകൾ പാടിക്കൊണ്ട് പൂത്തുമ്പി പെണ്ണൊരുങ്ങി കളിയാടിടാം, കൈകൊട്ടി കളിയാടിടാം. പൊന്നിൻ ചിങ്ങത്തേരിലേറി ഓണം വന്നേ, തുമ്പപ്പൂക്കൾ കാറ്റിലാടും താളം വന്നേ. പൊന്നിൻ ചിങ്ങത്തേരിലേറി ഓണം വന്നേ, തുമ്പപ്പൂക്കൾ കാറ്റിലാടും താളം വന്നേ. This program is sponsored by Soyam Properties, East Ham, London. അങ്ങനെ അമ്മണിക്കുട്ടിയുടെ ഓണവിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. കളിയോടൊക്കെ വരെ എത്തിയപ്പോഴാണ് സംഗതി മാറിയത്. നിങ്ങൾക്ക് കളിയോടൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയത്. പക്ഷേ ആർക്കും അറിയില്ലാന്ന് തോന്നുന്നു. യൂട്യൂബിലൊക്കെ തപ്പുന്നുണ്ടോ എന്നൊരു സംശയം. എന്താണെങ്കിലും നിങ്ങൾക്ക് കളിയോടൊക്കെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ വീട്ടിലോട്ടൊന്ന് വിളിച്ചു ചോദിച്ചോളൂ, അമ്മേ ഈ കളിയോടൊക്കെ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നേരെ നാട്ടിലേക്ക് പാക്ക് ചെയ്യുക ഓണത്തിന്. അത്രമാത്രം ചെയ്താൽ മതി, ബാക്കിയൊക്കെ കുട്ടികൾ പഠിച്ചോളൂന്നേ. അപ്പോഴേ ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒരു ബിഗ് ഫെസ്റ്റിവൽ തന്നെയാണ് അല്ലേ. ലണ്ടൻ മലയാളം റേഡിയോയിലും ഞങ്ങളും ഓണം ഒരു ബിഗ് ഫെസ്റ്റിവൽ ആയിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. ഉത്സാഹത്തിമിർപ്പിലാണ് ഞങ്ങൾ എല്ലാവരും. കാരണം ഓണം സീസൺ അല്ലേ. എന്റെ ആദ്യത്തെ ഓണമാണ് ലണ്ടൻ മലയാളം റേഡിയോയിലൂടെ
സോ ഞാൻ അടിച്ചു പൊളിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ബോസ് കുറെ കഴിയുമ്പോൾ എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടുമോ എന്നൊരു സംശയം. കാരണം ഞാൻ അത്രയ്ക്കും പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്താണെങ്കിലും ഞാൻ തമാശ പറഞ്ഞതാണ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഭയങ്കര ആഘോഷ തിമിരത്തിലാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ പുറകിലൂടെ കുറേ RJs ഇങ്ങനെ വട്ടം കറങ്ങി നടപ്പുണ്ട്. നമുക്ക് ഓരോരുത്തരോടും അവരവരുടെ ഓണവിശേഷങ്ങൾ ചോദിച്ചാലോ? നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരമായ അല്ലെങ്കിൽ പ്രിയങ്കരരായ കുറേ RJs ഇന്ന് എന്നോടൊപ്പമുണ്ട്. ഞങ്ങൾ യൂഷ്വലി എല്ലാവരും ഒരുമിച്ച് കാണാറില്ല ഇവിടെ. കാരണം പ്രോഗ്രാമിന്റെ സമയത്ത് ഞങ്ങളൊന്ന് പ്രോഗ്രാം ചെയ്യുന്നു, തിരിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് സ്റ്റുഡിയോയിൽ ഇന്ന് മാത്രമല്ല, ഈ ഓണത്തിന്റെ പരിപാടി ആയതുകൊണ്ട് കുറെ RJs ഒരുമിച്ച് വരാറുണ്ട്. അപ്പോൾ ഇപ്പൊ കിട്ടിയ RJsനെയൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് അവരുടെ ഓണവിശേഷങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിമായുടെ അടുത്താണ്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, അയ്യോടാ ദേ കാണുന്നില്ല. ഒന്ന് തപ്പിയിട്ട് വരാം. ഓണാഘോഷത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ നിൽക്കുന്ന നമ്മുടെ RJsനെയൊക്കെ ഞാനിങ്ങനെ ഒന്ന് ചോദിക്കാൻ പോവുകയാണ് അവരുടെ ഓണവിശേഷങ്ങൾ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിമായുടെ അടുത്താണ് ചോദിക്കുന്നത്. ഇത്രയും നേരം ഉണ്ണി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു നിവൃത്തിയില്ല. അയ്യോ, നിങ്ങൾ ആരെങ്കിലും ഒരു സൗണ്ട് കേട്ടോ? ചേച്ചി എന്നൊരു വിളി കേട്ടോ? നോക്കട്ടെ ആരാന്ന്. ഉണ്ണിമായ ആണോ എന്നൊരു സംശയം. നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഉണ്ണിമായുടെ തന്നെ ആദ്യം ചോദിക്കാം അല്ലേ? എത്ര തവണ വിളിക്കണം എന്റെ പൊന്ന് ചേച്ചി. ഞാൻ അറിഞ്ഞോട്ടോ ചേച്ചി ഇവിടെ ഊഞ്ഞാലൊക്കെ അടി ഒരു കൂട്ടം കത്തുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് വിലസാണ്. അപ്പൊ ചേച്ചിനെ തോപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരാളെയും കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ല, ഇതാരാ? നമ്മുടെ ഉണ്ണിയല്ലേ? ഉണ്ണി 100 ആയുസാ കേട്ടോ. ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. അതൊക്കെ പോട്ടെ, കൂടെ ആരാ ഈ കുമ്പയൊക്കെ ഉള്ള ഈ കിരീടമൊക്കെ വെച്ച ഈ കിരീടധാരി ആരാണ്? കണ്ടിട്ട് മാവേലി തമ്പ്രാന്റെ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ. നീ ഒറിജിനൽ മാവേലി തന്നെയാണോ? മാവേലി ഉണ്ണിയുടെ കൂടെ ഇങ്ങനെ പോരുന്നോ? നമസ്കാരം അമ്മണിക്കുട്ടി. അയ്യോ, അപ്പൊ ശരിക്കും മാവേലി തന്നെയായിരുന്നു അല്ലേ? നമസ്കാരം മാവേലി. ഇപ്പൊ എങ്ങനെയുണ്ട്? കേട്ടില്ലേ? വിശ്വാസായില്ലേ? അപ്പൊ ഈ ഓണത്തിന് മാവേലി എന്റെ കൂടെയാണ്. മാവേലിനെയും കൊണ്ട് ഞാൻ നമ്മുടെ കേരളമൊക്കെ ഒന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്തായാലും ചേച്ചീനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് നിൽക്കാൻ ഒട്ടും തന്നെ സമയമില്ല. പൊന്നൂഞ്ഞാലിലേറി ഓണം ആഘോഷിക്കുന്ന അമ്മണിക്കുട്ടിക്കും ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഈ മാവേലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നേരുന്നു. പോയി മോനെ, പോയി മോളെ, നമ്മുടെ മാവേലി പോയെന്ന്. നിങ്ങൾക്ക് ആർക്കും എന്തൊരു സങ്കടം ഇല്ലാത്തേ? ഓ, ഉണ്ണിമായുടെ കൂടെ മാവേലി പോയെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്നതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഉണ്ണിമായ്ക്ക് മല്ലു സഫാരിയുടെ ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഗമയാണ്. അതുകൊണ്ട് തന്നെ ചക്കട വണ്ടിയുടെ ടയർ ഞാൻ പഞ്ചറാക്കി വെച്ചു. ഇനി എങ്ങനെയാണ് മാവേലിനെ തിരിച്ച് പാതാളത്തിൽ കൊണ്ടുവിടുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ മാവേലി എങ്ങും പോകത്തില്ല. പകുതി വഴിയാകുമ്പോൾ നമുക്കിങ്ങ് അടിച്ചുകൊണ്ട് പോരാം. മാവേലി ഇല്ലാതെ എന്തോണം അല്ലേ? സോ ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചേരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മറ്റൊരു RJ-ആണ്, സിനിമാ കഫേയുടെ മുതലാളി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായാലും ഇപ്പൊ ആരാന്ന്? അതെ, നമ്മുടെ സ്വന്തം RJ ശ്രീ. സിനിമാ കഫേയുടെ മുതലാളി എന്നും RJ ശ്രീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബന്ധം വിട്ടിട്ടാണ് ഞാൻ ശ്രീയെ പരിചയപ്പെടുത്തുന്നെങ്കിലും ഞാൻ ശ്രീയെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പരീൻകുട്ടി എന്നാണ്. അതിനൊരു കാരണമുണ്ട്. ഈയിടയ്ക്ക് കക്ഷി ഐ ലവ് ഫൈറ്റ് എന്ന സ്ഥലത്തേക്ക് വലിയൊരു യാത്രയൊക്കെ പോയിട്ട് വന്നതാണ്. ഐ ലവ് ഫൈറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന വിചാരം? നമ്മുടെ ഭാഷ പറഞ്ഞാൽ കടാപ്പുറം, അത് തന്നെ. കടാപ്പുറത്തൊക്കെ പോയി വലിയ ബന്ധമായിട്ട് തിരിച്ചു വന്നപ്പോൾ കൊമ്പൻ ശ്രാവനെയും കൊണ്ടൊക്കെയാണ് സ്റ്റുഡിയോയിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കക്ഷിനെ വിളിക്കുന്നത് പരീൻകുട്ടി എന്നാണ്. സോ പരീൻകുട്ടി RJ ശ്രീയെ നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം പൊന്നൂഞ്ഞാലിലേറിയ ഒരു ഘട്ട പോസ്റ്റിലേക്ക്. സോ പരീൻകുട്ടി, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? പറഞ്ഞോളൂ. ശ്രോതാക്കൾ ഇങ്ങനെ ചെവി ഓർപ്പിച്ച് നിൽക്കാനുണ്ടോ ശ്രീയുടെ ഓണവിശേഷങ്ങൾ കേൾക്കാൻ? സോ അവരോടൊക്കെ ഓണവിശേഷങ്ങളൊന്ന് പങ്കുവെച്ചോളൂ. നമസ്കാരം അമ്മണിക്കുട്ടി. നമസ്കാരം LMR ലിസണേഴ്സ്. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും. അമ്മണിക്കുട്ടിയെ പൊന്നൂഞ്ഞാലിൽ കയറി ഒരു കൊട്ട പോസ്റ്റ് സംഭവമൊക്കെ കൊള്ളാം. ഊഞ്ഞാലിൽ വലിഞ്ഞു കയറി കയറും പൊട്ടി താഴെ വീണ് കയ്യും കാലും ഒടിക്കരുതേ. നല്ലൊരു ഓണക്കാലമായിട്ട്. പിന്നെ ഈ വർഷത്തെ ഓണപരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ വർഷത്തെ ഓണം ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. LMR ഫാമിലിയുടെയും ലിസണേഴ്സിൻ്റെ ഒക്കെ ഒപ്പമുള്ള ആദ്യത്തെ ഓണമാണ്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരുപാട് നല്ല പ്രോഗ്രാംസ് LMRലൂടെ ഓണം സ്പെഷ്യലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നല്ല പ്രോഗ്രാംസ് വരാനിരിക്കുന്നു. പിന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ മലയാളി അസോസിയേഷൻ്റെ കൂടെയുള്ള ഓണാഘോഷമുണ്ട്. അതുകൂടാതെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പമുള്ള ഓണാഘോഷം, അത് തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരോടും കൂടി ചെറിയൊരു ഓണസദ്യയൊക്കെ ഒരുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് തിരക്കുകളുള്ള മനോഹരമായൊരു ഓണക്കാലം തന്നെയാണ്. എങ്കിലും അമ്മണിക്കുട്ടി, ഒരു ചെറിയ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ആ ഒരു പഴയ ഓണക്കാലം ഉണ്ടല്ലോ, നാട്ടിൻപുറത്ത് ഓണപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പൂക്കളമൊക്കെ ഇട്ട് മഹാബലി മന്നനെ വരവേറ്റ ആ മനോഹരമായൊരു കാലം,
ആ കാലം തിരിച്ചു കിട്ടാത്ത ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അങ്ങനെ ഒരു ഓണക്കാലം ഇനി വരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞു പോയ കാലമാണ്, അതുകൊണ്ട് കഴിഞ്ഞു പോയത് ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉള്ള ആഘോഷം എങ്ങനെ ഗംഭീരമാക്കുക എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഓണാഘോഷം പ്ലാൻ ചെയ്യുന്നത്. അമ്മിണിക്കുട്ടി ചോദിച്ച പോലെ സിനിമാ കഫേ തന്നെ ഇരിക്കുന്നില്ല. കാരണം സിനിമാ കഫേ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, കഫേയിൽ ഇരുന്നിട്ട് സദ്യ ഒന്നും കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഓണസദ്യയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയ ആഘോഷങ്ങൾ പ്ലാൻ ചെയ്യുന്നു. നമുക്കറിയാം, പിന്നെ എന്താ പറയുന്നത്, ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമാണ്, ദേശീയ ആഘോഷമാണ്. ഇത്രയും വലിയൊരു ഉത്സവം നമുക്കില്ല. മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. അമ്മിണിക്കുട്ടിക്കും കുടുംബത്തിനുമൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഒപ്പം നമ്മുടെ LMRന്റെ എല്ലാ ലിസണേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ നല്ലൊരു ഓണക്കാലം നേരുകയാണ്. അതുപോലെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയൊക്കെ ഒരു കാലം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ 1000 ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അച്ചോടാ, ദാറ്റ് വാസ് സോ സ്വീറ്റ് ശ്രീ. ഞാൻ കരുതി സിനിമാ കഫയുടെ മുതലാളിയാണ്, പിന്നെ ഞാൻ പരീൻകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ കരുതിയത് പൊന്നുഞ്ഞാലിൽ ഒരു പോസ്റ്റിൽ വന്ന് എൻ്റെ തലയിൽ വാമനൻ മഹാബലിനെ ചവിട്ടി താഴ്ത്തിയ മാതിരി ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തുമെന്നൊക്കെ വിചാരിച്ച് കൗണ്ടർ അടിക്കാനുള്ള ഒരു തത്രപ്പാടിലൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ശ്രോതാക്കളോട് ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഡൗൺ ടു എർത്ത് പേഴ്സണിൽ ഒരാളാണ് നമ്മുടെ RJ ശ്രീ. ഞാൻ വെറുതെ കളിയാക്കുന്നേ ഉള്ളൂ, പക്ഷേ ഹി വാസ് സോ സ്വീറ്റ്. താങ്ക് യു സോ മച്ച് ശ്രീ വൺസ് അഗെയിൻ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിൽ. സോ ശ്രീ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. പൊന്നോണാശംസകൾ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പുലരിപ്പു പെണ്ണേ ഇളവയിലും ചുറ്റി പതിവായി തെങ്ങാണോ, മുടിമേലെ കെട്ടി ഇരുകയും വീശി കുതറിപ്പൊക്കെങ്ങാണോ, പമ്മി പമ്മി വന്നാലും തെന്നിപ്പോകും കാറ്റാണോ, ഉള്ളിനുള്ളിൽ തീയാളും ഒരു മഞ്ജു നിലാവാണോ. പുലരിപ്പു പെണ്ണേ ഇളവയിലും ചുറ്റി പതിവായി തെങ്ങാണോ, മുടിമേലെ കെട്ടി ഇരുകയും വീശി കുതറിപ്പൊക്കെങ്ങാണോ. നിറകതിരാളും ഒരു സ്നേഹദീപമാണോ, മുറിവുകളോലും ഒരു പ്രേമഗാനമോ, അതിരറിയാതെ അലയുന്ന മേഘമാണോ, ഇതളിലുലാവും ഒരു മഞ്ഞു തുള്ളിയോ, എത്താം കൊമ്പിലെന്നും ചിരിവെട്ടം തൂകി നിൽക്കൂ, തൊട്ടാൽ മുള്ളു പോലും ഒരു തൊട്ടാവാടിയല്ലോ, തൊട്ടില്ലെന്ന് പെട്ടെന്ന് മായുന്നൊരു ചെക്കിനാവാണോ. പുലരിപ്പു പെണ്ണേ ഇളവയിലും ചുറ്റി പതിവായി തെങ്ങാണോ, മുടിമേലെ കെട്ടി ഇരുകയും വീശി കുതറിപ്പൊക്കെങ്ങാണോ. സ്മരണകൾ മേയും ഒരു തീരഭൂമിയാണോ, അറവികൾ പായും ഒരു രാജവീതിയോ, മിഴികളിലേതോ നനവാർന്ന മൗനമാണോ, കരളിതിലാളും കനലോ വിഷാദമോ, കണ്ടാലൊന്ന് വീണ്ടും ചിരിക്കാൻ തോന്നുമല്ലോ, മിണ്ടാനൊന്ന് കൂടെ ആരും പിന്നെ പോരുമല്ലോ, കണ്ടുടിച്ചങ്ങനെ കൊണ്ടുപോകാനുള്ള മുന്തിരിത്തയാണോ. പുലരിപ്പു പെണ്ണേ ഇളവയിലും ചുറ്റി പതിവായി തെങ്ങാണോ, മുടിമേലെ കെട്ടി ഇരുകയും വീശി കുതറിപ്പൊക്കെങ്ങാണോ, പമ്മി പമ്മി വന്നാലും തെന്നിപ്പോകും കാറ്റാണോ,
അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിന് അയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ട്രാക്ക് ഒക്കെ കേട്ടിങ്ങനെ മനസ്സ് നിറഞ്ഞൊക്കെ ഇരിക്കുകയല്ലേ. ഇത്തവണത്തെ ഓണം നിങ്ങൾ ആഘോഷിക്കുന്നത് പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റുമായിട്ട് വന്ന നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടിയോടൊപ്പം കൂടാണ്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം RJ ആഷാണ്. ആഷ് ജംഗ്ഷനിലൂടെ നിങ്ങൾക്ക് പ്രിയങ്കരിയായ നിങ്ങളുടെ സ്വന്തം ആഷ് ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ LMR ടീമിനെ ഏറ്റവും കുഞ്ഞുവാവയാണ്, ഞങ്ങളുടെ കൊച്ചാഷാണ്. സോ ആഷുട്ടിനെ നമുക്ക് ഈ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് തന്നെ ആഷിനോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആഷ്, ശ്രോതാക്കൾ എല്ലാവരും ആഷിന്റെ 2016 ഓണം ഒക്കെ എങ്ങനെയാണ് ആഷ് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ആഷിന്റെ ഫാൻസ് പ്രത്യേകിച്ചും ഇങ്ങനെ പ്രത്യേകമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആഷ് എങ്ങനെയാണ് ഓണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ആഷ്, അതൊക്കെ ഞങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കാമോ? നമസ്കാരം അമ്മിണിക്കുട്ടാ. ഓണ പ്ലാൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഞാൻ നമ്മളുടെ എല്ലാ LMR ലിസണേഴ്സിനും ഒരു ഹൃദ്യമായ ഓണം ആശംസിക്കട്ടെ. മനസ്സിൽ 1000 സ്നേഹത്തോടെ എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. അപ്പൊ കുറച്ചു നാളെ കാണാനില്ലായിരുന്നു എന്ന് പറഞ്ഞത്, അത് ഞാൻ നാട്ടിലേക്ക് മുങ്ങിയതാ. കുറച്ച് ദിവസം ഓഫ് കിട്ടിയപ്പോ നാടൊക്കെ ഒന്ന് കണ്ടിട്ട്, ഓണമൊക്കെ വരെയല്ലേ, അപ്പൊ ഒന്ന് പോയി നാടൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടി ഹോളിഡേ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇങ്ങോട്ട് പോരണമെന്നേ ഉണ്ടായിരുന്നില്ല. കാരണം നാട്ടിലെല്ലാരും ഓണം ആഘോഷിക്കാനുള്ള എക്സൈറ്റ്മെന്റിലാ. എനിക്കാണെങ്കിൽ 1-2 ദിവസം ഓഫെങ്കിലും എടുത്തിട്ട് നാട്ടിലേക്ക് പോയി അവിടെ ഓണം ആഘോഷിക്കാനുണ്ട്. നടക്കുവാണെങ്കിൽ എന്തായാലും പോകും. ഇനിയിപ്പോ പോകാൻ പറ്റിയില്ലെങ്കിലും സാരില്ലാന്ന് വെക്കാം. കാരണം നമ്മുടെ അസോസിയേഷനിലെ ഓണ പരിപാടികളെ തകർത്തിമ്മിയായിട്ട് നടക്കുവാണല്ലോ. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ചേച്ചിമാരെല്ലാരും കൂടെ തിരുവാതിര കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടിരിക്കുക. കാരണം എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്ന് എനിക്ക് അതിനല്ലേ അറിയുള്ളൂ. എന്തായാലും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ഇത്തവണയും അസോസിയേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ കൂടെ ആഘോഷിക്കണം. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ LMRന്റെ ഓണാഘോഷങ്ങളുണ്ടല്ലോ. പോരാത്തതിന് LMR ഇപ്പോഴുള്ള എന്റെ ഫസ്റ്റ് ഓണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരുടെയും ഒപ്പം. അപ്പോൾ പൂക്കൾ ഇടാനായിട്ടും അതുപോലെ തന്നെ പായസം അതാണ് ആക്ച്വലി ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹാവ് സം പായസം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാരി എടുക്കുക, അതൊക്കെ ഒരു ത്രില്ലല്ലേ, ഓണം വരുമ്പോൾ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ മാവേലി, എനിക്ക് ഈ ഫാൻസി ഡ്രസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനല്ല ചെയ്യുന്നേ, എനിക്കിത് കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. അപ്പോ ഈ ഓണത്തിന് മാവേലി വരുമല്ലോ, അത് നല്ല രസമാണ്. ഇങ്ങനെ ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൊടയൊക്കെ പിടിച്ച്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് കാണണം, അതിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ കഴിഞ്ഞ വടംവലിക്ക് ഫസ്റ്റ് കിട്ടിയ പോലെ തന്നെ ഇത്തവണയും നന്നായിട്ടൊന്ന് ആഞ്ഞു പിടിച്ച് അസോസിയേഷനിൽ വടംവലിക്കൊക്കെ ഫസ്റ്റ് വാങ്ങിക്കണം എന്നുണ്ട്. പിന്നെ നമ്മുടെ SS പേപ്പർ വാഴയിലയില് ഒരു അടിപൊളി ഓണസദ്യ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ആശംസയിൽ ഓണ പരിപാടികളുണ്ട്. അതുകൊണ്ട് ലിസണേഴ്സ് ആയിട്ട് ഇത്തവണത്തെ ഓണം എന്തായാലും അടിച്ചു പൊളിക്കും. പറ്റുമെങ്കിൽ എന്തായാലും നാട്ടിൽ പോയി ഓണം ആഘോഷിക്കാൻ. താങ്ക് യു സോ മച്ച് ആഷ്. ആഷിന്റെ ഫാൻസ് ഒക്കെ ഇപ്പൊ ഇത് കേട്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. ആഷ് നാട്ടിൽ ചെല്ലുന്നുണ്ടോ എന്നൊക്കെ ഒരു വിചാരത്തിലായിരിക്കും ഫാൻസ് ഒക്കെ ഇരിക്കുന്നത്. സോ ഫാൻസ് എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്, മിക്കവാറും ആഷ് ഈ ഓണത്തിന് നാട്ടിൽ കാണും. സോ അവിടെ വെച്ച് പിടിച്ചോളൂ കേട്ടോ. എന്താണെങ്കിലും ആഷ് തിരിച്ചു വരുമ്പോൾ ഉപ്പേരി മറ്റ് സാമഗ്രികളൊന്നും ഇല്ലാതെ ഈ പടിക്കകത്തോട്ട് ഞങ്ങൾ കേട്ടില്ല എന്നാണ് ബോസിനോട് കൂടി ഞാൻ പറയാൻ പോവുകയാണ്. സോ പോയി വരുമ്പോൾ ഇതൊക്കെ പ്രത്യേകം ഓർമ്മയിൽ ഇരുന്നോണം. ഉപ്പേരിയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഭാഗത്തോട്ട് വരണ്ടാണ്. എന്നിരുന്നാലും സമയമൊക്കെ കണ്ടെത്തി സന്ദർഭമൊക്കെ ഉണ്ടാകട്ടെ, നാട്ടിൽ പോകുവാനും ഓണം ആഘോഷിക്കുവാനും ഒക്കെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഷ് ചെയ്യുന്നു. നന്ദി ആഷ്, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനിയും നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മറ്റൊരു RJ-യാണ്. ഞാൻ പ്രോഗ്രാം പറയുമ്പോൾ മനസ്സിലാവും ഈ കക്ഷി ആരാണെന്ന്. കാരണം ഈ പ്രോഗ്രാം ഇന്റർനാഷണലി തന്നെ ഒരു വലിയ ഓളം സൃഷ്ടിച്ച ഒരു പ്രോഗ്രാമാണ് ജ്യോതിർഗമയ. സോ ജ്യോതിർഗമയ അവതരിപ്പിക്കുന്ന കണ്ണൻ രാമചന്ദ്രനാണ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്. സോ കണ്ണനെ നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം പൊന്നൂഞ്ഞാലിലേക്ക്. സോ കണ്ണപ്പ, എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ? വളരെ ആധികാരികമായിട്ട് ഓണത്തെ പറ്റിയൊക്കെ പറയാൻ കണ്ണനെ കൊണ്ട് സാധിക്കും. സോ നമുക്ക് കണ്ണന്റെ ഓണവിശേഷങ്ങളെ പറ്റി ഒന്ന് അറിയാം അല്ലേ?
സോ വെൽക്കം ടു ദി ഷോ കണ്ണൻ. എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ ശ്രോതാക്കളോടൊന്ന് പങ്കുവെക്കാമോ? അയ്യോ അമ്മച്ചേച്ചി, ഞാൻ അറിയാതെ ഇങ്ങോട്ട് കയറി വന്നതാണ്. അതിന് എനിക്ക് നല്ലൊരു പണിയാണ് അമ്മച്ചേച്ചി തന്നിരിക്കുന്നത്. ആധികാരികമായൊക്കെ ഓണത്തെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, എന്നാലും ഞാനൊന്ന് പറയാം. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് നമ്മുടെ ഓണം. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട്. ഓണത്തെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായും ഒരു വിളവെടുപ്പിന്റെ ഉത്സവമാണെന്നാണ് കരുതിപ്പോരുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആധികാരികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഓണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, എനിക്കെന്നും ഓണം ഓർമ്മകളിലാണ്. ലണ്ടനിലെ ആദ്യത്തെ ഓണമാണിത്. ഇവിടെ വളരെയധികം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എനിക്ക് നാട്ടിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും പല നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. അതുപോലെ ഒരു നല്ല പാട്ട് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും ചേച്ചിയുടെ ഈ പ്രോഗ്രാമിലൂടെ വെച്ച് തരണമെന്നുള്ള ഒരു പണി കൂടെ ഞാൻ തന്നുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവുകയാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും 1000 ഓണാശംസകൾ, ഓർമ്മയുടെയും നന്മയുടെയും 1000 ഓണാശംസകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരുന്നു. എനിക്ക് വേണ്ടി തിരുവാവണി രാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ തിരുവോണപ്പാട്ട്, ആ പാട്ട് എനിക്ക് ചേച്ചി വെച്ച് തരണം. എനിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായി. അപ്പം ഒന്നുകൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ബൈ പറയുന്നു. ചേച്ചി ഇനി ഇങ്ങോട്ട് ഞാൻ വരികയില്ല. ബൈ. ഞങ്ങൾ കണ്ണപ്പാന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന നിങ്ങളുടെ സ്വന്തം RJ കണ്ണൻ രാമചന്ദ്രനായിരുന്നു ഇതുവരെയും നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. ഈ തിരക്കുള്ള സമയത്തും ഞാൻ കാക്ഷിനെ ലിറ്ററലി കോളറിൽ പിടിച്ചിവിടെ കൊണ്ട് നിർത്തിയതാണ്. പക്ഷെ എന്നാലും കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കണ്ണൻ. കണ്ണനും കുടുംബത്തിനും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ചുണ്ടിൽ മലരോണ പാട്ട്.
This program is sponsored by Soyam Properties, East Ham, London. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അതൊക്കെ ഒരു കാലം എൻ്റെ സന്തോഷ് സാറേ. റെക്കോർഡിംഗ് ആയിരുന്നോ? സോ ഏവർക്കും വീണ്ടും ഹൃദ്യമായി സ്വാഗതം പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി. എൻ്റെ റിലേ എവിടേക്കോ പോയെന്നൊരു സംശയം. കാരണം ഞാനിങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആടുന്ന ആലോചിക്കുകയായിരുന്നു. നാട്ടിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ നാട്ടിൽ ഊഞ്ഞാലയിലൊക്കെ കയറി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പം പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞൊരു ക്ലൈമറ്റൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഒരു തളിർക്കാറ്റ് അല്ലെങ്കിൽ ഒരു കുളിർക്കാറ്റ് ഇങ്ങനെ അടിക്കും. അപ്പോൾ ആ ഒരു ഫീലിൽ കയ്യിലൊരു പാട്ടയിൽ കുറച്ച് ഉപ്പേരിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കറുമുറുന്ന് കടിച്ച് പാതി മയക്കത്തിൽ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ആടി വരുന്നൊരു ഫീല് എനിക്കിപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഈ പ്രോഗ്രാമൊക്കെ ആരെങ്കിലും ഒന്ന് ചെയ്യുമോ? പക്ഷെ പോകാൻ പറ്റില്ലല്ലോ. എന്താ പെട്ടുപോയി. പക്ഷേ സാരമില്ല, നമ്മളുടെ ഓർമ്മയിൽ ഓണം നുകർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എനിക്കൊപ്പം ഇരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ കളിയിലൽപ്പം കാര്യം എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന നിങ്ങളുടെ സ്വന്തം RJ അനുവാണ്. എന്നാൽ ഇപ്പോൾ അനു പുതിയൊരു പ്രോഗ്രാം കൂടെ ചെയ്യുന്നുണ്ട്, മെഹഫിൽ. ഹിന്ദി ആസ്വാദന ലോകത്ത് അല്ലെങ്കിൽ ഹിന്ദി ആസ്വാദകർക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അനുവിൻ്റെ അവതരണ ശൈലി കൊണ്ട് മെഹഫിൽ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്. ആരും കേൾക്കാൻ മറക്കരുത്. സോ മെഹഫിലിൻ്റെ മുതലാളി നമ്മുടെ RJ അനു നമ്മളുടെ കൂടെ ഉണ്ട്. ഏറ്റവും പതിഞ്ഞ സ്വരമുള്ള കുട്ടി എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. സുന്ദരി കുട്ടിയായിട്ട് നല്ല സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ട് അനു എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. സോ അനുവിനോട് നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ അന്വേഷിക്കാം. അനുവിന് എന്താണ് ഓണത്തിനെ കുറിച്ച് ശ്രോതാക്കളോട് പറയാനുള്ളതെന്നൊക്കെ നമുക്കൊന്ന് അറിയാം അല്ലേ? സോ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു RJ അനു. എൻ്റെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ വീട്ടിൽ ഇതേപോലെ തന്നെ ഞാൻ വീട്ടിൽ പലതരത്തിലുള്ള പായസങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ വീട്ടുകാരൊക്കെ എൻ്റെ പരീക്ഷണശാലകളിലെ വെള്ളേലികളാണ്. ഓണത്തിന് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയതൊക്കെ. ക്യാബേജ് തോരൻ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കോളിഫ്ലവർ തോരൻ. അതേപോലെ തന്നെ ചീരയുടെ അവിയൽ, ചീരയുടെ സാമ്പാർ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള വ്യത്യാസപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കാറുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ഉണ്ട് ഓണത്തിൻ്റെ ആണെങ്കിൽ അവർക്ക് നോൺ വെജ് വളരെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ അതും ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെയാണ് ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് പൊതുവേ പാചകം ഇഷ്ടമാണ്. പല തരത്തിലുള്ള വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. റേഡിയോ കേട്ടുകൊണ്ട് പാചകം ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. സംഗീതത്തിന്റെ ലയം അതിനുണ്ടെങ്കിൽ, ഒരു താളം ഉണ്ടെങ്കിൽ, പച്ചക്കറി അരിയുന്നതിന് ഒരു താളം നമുക്ക് വരും. നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും, ഒരു ഉണർവുണ്ടാവും, പ്രസരിപ്പുണ്ടാവും. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ വീട്ടമ്മമാർക്ക് പൊതുവെ ഒരുപാട് ജോലികൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ വളരെ സന്തോഷകരമായിട്ട് ചെയ്യാനായിട്ട് സംഗീതം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ശ്രോതാക്കളോടും എല്ലാ LMR സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾ സംഗീതം ആസ്വദിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിച്ചുകൊണ്ട് നിങ്ങളുടെ ഓണം ആഘോഷിക്കണം. ഒരുപാട് നന്ദിയുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിലും ഓണവിശേഷങ്ങളൊക്കെ പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റുമായി അമ്മണിക്കുട്ടിയോടൊപ്പം ശ്രോതാക്കളോട് പങ്കുവെച്ചതിലും ഒരുപാട് നന്ദിയുണ്ട്. അനുവിനും അനുവിന്റെ കുടുംബത്തിനും നല്ലൊരു ഓണം ഞങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. അങ്ങനെ പൊന്നൂഞ്ഞാലിൽ നമ്മൾ കുറെ RJസിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ഓണ എഴുത്തിലേക്കൊന്ന് ഊളിയിട്ടാലോന്ന്. അതായത് പൊന്നൂഞ്ഞാലിൽ ഏറി ഒരു കൊട്ട പോസ്റ്റ് എന്നാണല്ലോ. അപ്പോൾ ആ പോസ്റ്റ് സെഷനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഇൻബോക്സിൽ വന്ന എഴുത്തെന്ന് പറയുന്നത് പ്രവീൺ എന്ന മലയാളിയുടെയാണ്. സോ പ്രവീണിൻ്റെ ഓണ എഴുത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അദ്ദേഹത്തെ നമുക്കൊന്ന് വിളിക്കുകയും ചെയ്യാം. റെഡിയല്ലേ? സോ ഓണ എഴുത്ത് ഇങ്ങനെയായിരുന്നു. മലയാളിയുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പച്ചപ്പും സാഹോദര്യത്തിന്റെ നറുമണവും നിറയ്ക്കുന്ന തിരുവോണനാൾ വന്നെത്തി. അത്തം 1 തുടങ്ങിയ ഒരുക്കങ്ങളും കാത്തിരിപ്പും സഫലമാകുന്ന സുദിനം. തിരുവോണനാളിൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വന്നെത്തും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രജകളെല്ലാം മാവേലിയെ വരവേൽക്കാൻ മനോഹരമായ പൂക്കളങ്ങൾ ഒരുക്കിയും സദ്യവട്ടങ്ങൾ തയ്യാറാക്കിയും കാത്തിരിക്കണം എന്നാണ്. ഓരോ മലയാളിക്കും ഓണനാളുകൾ, പ്രത്യേകിച്ചും തിരുവോണ ദിനം കാത്തിരിപ്പുകളുടെ സാഫല്യത്തിന്റെ ദിനമാണ്. ഏറെ നാളായി ദൂരദേശങ്ങളിൽ വസിക്കുന്ന ബന്ധുമിത്രാദികൾ നാട്ടിലേക്ക് ഓടിയെത്തി പഴയ ഓർമ്മകളും സ്നേഹബന്ധങ്ങളും പുതുക്കുന്ന സുന്ദരമായ ദിനം. പല ദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ വേർപാടിന്റെയും ഒറ്റപ്പെടലിന്റെയും വേദന പേറി ജീവിക്കുന്ന അച്ഛനന്മാരെ സന്ദർശിച്ച് അവർക്കൊപ്പം ഇരുന്ന് പൂക്കളം തീർത്തും സദ്യ ഉണ്ടും അടുത്ത ഓണനാളുകൾ വരുന്നതുവരെ ഓർത്തു വെക്കുവാനുള്ള നനുത്ത ദിനങ്ങൾ തീർക്കുന്ന ദിനങ്ങളാണ് ഓണക്കാലം. ഓണം എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ മറുനാട്ടിൽ ഓണം ആഘോഷിക്കേണ്ടി വരുമ്പോഴും മലയാളിത്തത്തോടെ ആഘോഷിക്കാൻ ഓരോ മലയാളിയും ബദ്ധശ്രദ്ധ കാണിക്കുന്നു.
ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ നിറഞ്ഞൊഴുകുന്ന ഓണാശംസകൾ തിരക്കിന്റെ ഈ ആധുനിക കാലത്ത് മനുഷ്യ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ പര്യാപ്തമാവും എന്ന് പ്രത്യാശിക്കാം എന്ന് പ്രവീൺ. സോ നല്ലൊരു ഓണയെഴുത്തായിരുന്നു. നമ്മുടെ മനസ്സിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ടും പിന്നെന്താ പറയുന്ന ഓണത്തിന്റെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓണയെഴുത്ത് തന്നെയായിരുന്നു. സോ പ്രവീണിന്റെ ഒരു പൊന്നോണാശംസകൾ ലണ്ടൻ മലയാളം റേഡിയോ ടീമിന്റെയും അമ്മണിക്കുട്ടിയുടെയും വക. സോ പ്രവീണിനെ നമുക്കൊന്ന് വിളിക്കാം അല്ലെ, ഒരു ഓണം ആശംസിക്കാം. ഹലോ ഹലോ നമസ്കാരം പ്രവീൺ, മനസ്സിലായോ ആരാണെന്ന്? ആ അതെ, ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്ന് അമ്മണിക്കുട്ടി RJ സ്മിതയാണ്. പ്രവീൺ ഒരു എഴുത്ത് എഴുതിയിരുന്നില്ലേ ഓണത്തിന്? അതെ, ഞങ്ങളത് തിരഞ്ഞെടുത്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രവീണിനെ ഞങ്ങൾ വിളിക്കുകയാണ് ഓണവിശേഷങ്ങൾ അറിയാൻ. എന്തൊക്കെയുണ്ട് പ്രവീൺ വിശേഷം? എന്ത് വിശേഷം? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല, ഓണം എങ്ങനെ അടിച്ചു പൊളിച്ചായിരുന്നു. ഇപ്പോ അതിനൊന്നും ആർക്കും നേരമില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നു. എന്നാലും 2016 ഓണം പ്രവീൺ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് ഞങ്ങൾ ലണ്ടൻ മലയാളം റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കാമോ? അപ്പോ ഇവിടെ വീടിന്റെ അടുത്തൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ. ഇപ്പൊ അടുത്ത് അങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് ഒന്നുമില്ല. അവർ കുറച്ച് റിലേറ്റീവ്സിനെയും കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ഭക്ഷണം വെച്ച് അങ്ങനത്തെ രീതിയിലുള്ള ഓണം മാത്രമേ ഇവിടെ നടക്കൂ. അതെയോ? പ്രവീണിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, സിസ്റ്റർ, ഞാൻ. അപ്പം പ്രവീൺ പറഞ്ഞു വരുന്നു ഇപ്പം ക്ലബ്ബുകളൊന്നും ഇല്ലെന്നാണോ അതോ ഓണത്തിന് കൂട്ടുകാരൊന്നും ഇല്ലെന്നാണോ? ഓണം എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമായിട്ട് നടത്തുന്ന ഒരു കാലം കഴിഞ്ഞുപോയി. ഇപ്പൊ അങ്ങനെ ഒരു ആഘോഷങ്ങളൊന്നും ഇല്ല. അതെയോ? അപ്പൊ ഇപ്പം വെറും വീട്ടിൽ ഒതുങ്ങി കൂടുന്നു, ജസ്റ്റ് സദ്യ മാത്രം വെക്കുന്നു എന്നാണ് പ്രവീൺ പറഞ്ഞു വരുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ചെറിയൊരു ഓണാഘോഷം മാത്രമേ ഉള്ളൂ, സദ്യ കൊണ്ട് ഒതുങ്ങിക്കൂടാനാണ് പ്രവീണിന്റെ പ്ലാൻ 2016 അല്ലേ? ഞങ്ങൾക്കറിയാം പ്രവീൺ നല്ലൊരു ലിസണറാണ്, നല്ലൊരു സപ്പോർട്ടറാണെന്ന് അറിയാം. സോ ഇനിയും അത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. എനിവേ ഈ 2016 ഓണം പ്രവീണിന് നല്ലതായിരിക്കട്ടെ. ഒരു നല്ല പൊന്നോണം ആശംസിച്ചുകൊണ്ട് ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും അമ്മണിക്കുട്ടി RJ സ്മിതയാണ്. സോ നന്ദി, നമസ്കാരം പ്രവീൺ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വേണം, പൂപ്പട വേണം, പൂവിളി വേണം, ഊണാരം ചാത്തിയ കന്നി പൂമകൾ വേണം. വേണം, പൂപ്പട വേണം, പൂവിളി വേണം, ഊണാരം ചാത്തിയ കന്നി പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവരുതാഴി എഴുന്നള്ളുന്നേ, പോലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, ഊണാരം ചാത്തിയ കന്നി പൂമകൾ വേണം. പൂവെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായു. നാഴിപ്പൂവെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായു. നാവോറ് പാടണ കന്നി മൺകുടവും വീണയുമായി, നീ എന്തേ വന്നില്ല, പൊന്നോണം പോയല്ലോ. ഒരു നില മുഴുവതിൽ മുതിര വിതച്ചേ, അതിലൊരു പകുതിയും ഒരു വിളി തിന്നേ. വേണം, പൂപ്പട വേണം, പൂവിളി വേണം, ഊണാരം ചാത്തിയ കന്നി പൂമകൾ വേണം. വാളും ചിലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. വാളും ചിലമ്പും കലമ്പി
വാതിൽ പടിക്കൽ വന്നാത്തു ഉണ്ണികളെ തേടി വരുന്നു ഉള്ളുരുകും കാവിലയമ്മേ നീ വാഴും കാവിന്ന് തീ വെച്ചതാരെന്നോ ഒരു പിടിയവിലിനു വെറും ഒരു മലരിനു വെയിലിതു മുഴുവനും മേൽക്കണതാരാ ആയില്യ കാവിലു വേലേം പൂരവുമുണ്ടേ നീ എന്റെ കുഞ്ഞിക്കുയിലെ കൂടെ വരില്ലേ ഇല്ലെന്നോ മിന്നും പൊന്നും കൈവളകാതില ചാത്താനെന്നോ പൊട്ടെന്തിനു പൊന്നല്ലേ നീ പൊൻകുടമല്ലേ എന്റെ പൊൻകുടമല്ലേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാട്ടിയ കന്നി പൂമകൾ വേണം. ഏവർക്കും വീണ്ടും ഹാർദവമായ സ്വാഗതം. പൊന്നൂഞ്ഞാലിലേറെ ഒരു കൊട്ട പോസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക്. ഇത് ലണ്ടൻ മലയാളം റേഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിത. ഇനി അടുത്ത ഓണ എഴുത്ത് പൊട്ടിക്കാനുള്ള സമയമായി. ഈ ഓണ എഴുത്ത് എഴുതിയിരിക്കുന്നത് ഷമീം ഹമീദാണ്. സോ ഷമീം ഹമീദിന്റെ ഓണ എഴുത്തിലേക്ക് നമുക്കൊന്ന് ഉള്ളിയിടാം. എന്താണ് ഷമീം എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മ നിറഞ്ഞ സന്ദേശവുമായി ഒരു പൊന്നോണം കൂടി നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തനിമ ചാലിച്ചെഴുതിയ പൂക്കളവും പുലികളിയും പൊന്നോണപ്പാട്ടുകളുമായി ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മാഞ്ഞുപോയ മലർവാടികളും പറന്നകന്ന പൊന്നോണത്തുമ്പികളും കേട്ടുമാറുന്ന കൊയ്ത്തുപാട്ടുകളും ഒരു വേദനയായി മനസ്സിൽ അവശേഷിക്കെ ഓർമ്മയിലെ ഓണക്കാലമേകിയ മധുരമായ വിറക്കി അകലെ 7 കടലിനക്കരെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഞാനും നിങ്ങൾക്കൊപ്പം കൂടുന്നു. മാവേലി തമ്പുരാൻ നൽകി മറിഞ്ഞ സന്ദേശങ്ങളുടെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു നാളേക്കായി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പ്രത്യാശയുടെ പൂച്ചെണ്ടുകളേകി ഈ ഓണത്തെയും നമുക്ക് വരവേൽക്കാം. പൂവേ പുലി പൂവേ പുലി പൂവേ, ഹൃദയത്തിൽ കൈകൾ ചേർത്ത് വെച്ച് സ്വീകരിക്കൂ. ഏവർക്കും എൻ്റെ നന്മ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ പൊന്നോണാശംസകൾ. സോ അത് ഷമീം ഹമീദായിരുന്നു ഈ ഓണയെഴുത്ത് എഴുതിയത്. വളരെ ഹൃദ്യമായ ഒരു ഓണയെഴുത്താണ്. സോ ഷമീമിനെ നമുക്കൊന്ന് വിളിച്ച് വിഷ് ചെയ്യാം അല്ലേ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഷമീം ഹമീദിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. എന്നാലും ഷമീം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പൊന്നോണം ആശംസിക്കുന്നു. ഷമീം നല്ലൊരു ഓണയെഴുത്തായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഓണയെഴുത്തൊക്കെ എഴുതിയതിൽ. സോ ഷമീമിനും കുടുംബത്തിനും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിത. ഇനിയും നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ ചേർന്നത് അമേരിക്കയിലെ ഓണവിശേഷങ്ങളും ഓണവിഷസും ഒക്കെ ആയിട്ട് ഒരു മലയാളി ഫാമിലിയാണ്. ഷിക്കാഗോയിൽ നിന്നും ഷാബിൻ ആൻഡ് ജീന ഷാബിൻ, പിന്നെ അവരുടെ ക്യൂട്ട് 3 കുഞ്ഞു വാവകളുണ്ട്, അമ്മു, മാളു ആൻഡ് എലു. സോ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ലണ്ടൻ മലയാളം റേഡിയോയിലേക്ക്. ഇത് പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റുമായി അമ്മിണിക്കുട്ടി. ഷാബിൻ നമസ്കാരം. നമസ്കാരം ജീന. എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ ഷിക്കാഗോയിൽ? ഒന്ന് പങ്കുവെക്കാമോ ഞങ്ങളോട്, ഞങ്ങളുടെ ശ്രോതാക്കളോട്? ഹായ് അമ്മിണിക്കുട്ടി, ഇത് ഷിക്കാഗോയിൽ നിന്നും ഷാബിൻ, ജീന, അമ്മു, മാളു ആൻഡ് എലു. ആദ്യമേ തന്നെ LMR ശ്രോതാക്കൾക്കും ലണ്ടൻ നിവാസികൾക്കും ഷിക്കാഗോയിൽ നിന്ന്, അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്ന് ഞങ്ങളുടെ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. കൂടാതെ ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന അമ്മിണിക്കുട്ടിക്കും LMR റേഡിയോയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു, നന്ദിയും നേർന്നുകൊള്ളുന്നു. കൂടാതെ ഞങ്ങൾ ഇവിടെ ഷിക്കാഗോയിൽ വന്നിട്ട് 6 വർഷമാകുന്നു. ഞാൻ ഇവിടെ ഷിക്കാഗോയിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. എൻ്റെ ഭാര്യ ജീന ഒരു നേഴ്സാണ്. ഞാൻ ഈ ജീനയുടെ കയ്യിൽ കൊടുക്കാം. അടുത്ത ജീന സംസാരിക്കും. ഹായ് അമ്മിണിക്കുട്ടി, ഹൗ ആർ യു? എനിവേ എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസകൾ. ഞങ്ങൾ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കേരളത്തിലാണ്. ഞങ്ങൾ ഈ നെക്സ്റ്റ് വീക്ക് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓണം ഞങ്ങൾ ഞങ്ങളുടെ പാരൻസിൻ്റെ കൂടെ ആഘോഷിക്കാനാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഷാബിൻ്റെ വീട് എറണാകുളത്ത്, എൻ്റെ വീട് പാലക്കാട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളുമായും എല്ലാവരുടെയും പാരൻസും ഒക്കെ ആയിട്ട് അവിടെ ഇപ്രാവശ്യം ഓണം അടിച്ചു പൊളിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ ഞാൻ അമ്മുവിൻ്റെ അടുത്തുനിന്ന് കൊടുക്കാം കേട്ടോ. അമ്മു പറ. ഹായ് അമ്മിണിക്കുട്ടി, ഇത് അമ്മുവാണ്. ഹാപ്പി ഓണം. ഇനി മാളുവിൻ്റെ അടുത്ത് കൊടുക്കാം. മാളു പറ.
ഹായ് മുനുക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്ന് പറയാം. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ഓണം. അയ്യോടാ, ദാറ്റ് വാസ് സോ ക്യൂട്ട്. മാളക്കുട്ടിയുടെ വായില് ഹാപ്പി ഓണത്തിന് പകരം ഹാപ്പി ബർത്ത്ഡേ എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ മാളക്കുട്ടിയുടെ കൂടെ ചേരുകയാണ്. എനിക്ക് തോന്നുന്നു പിള്ള മനസ്സിൽ കള്ളമില്ലാന്നല്ലേ. മാളൂട്ടിക്ക് അറിയായിരുന്നിരിക്കും ഒരു പക്ഷേ നമ്മുടെ മാവേലി തമ്പുരാൻ ഈ ഓണനാളുകൾ, അതായത് ബർത്ത്ഡേ ദിവസങ്ങളായതുകൊണ്ടായിരിക്കും ആ നാളുകൾ തന്നെ ചൂസ് ചെയ്ത് നമ്മളെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാമനനോട് സ്പെഷ്യൽ ഓഫറൊക്കെ മേടിച്ചതെന്ന് അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നിപ്പോൾ. സോ ഞാനും മാളൂട്ടിയുടെ കൂടെ ചേരുകയാണ്. മഹാബലി തമ്പുരാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പൊന്നോണം ആശംസിക്കുന്നതോടൊപ്പം ഒരു നല്ല ഹാപ്പി ബർത്ത്ഡേയും കൂടി ഞങ്ങൾ വിഷ് ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ മാവേലി. സോ മാളക്കുട്ടി ഷിക്കാഗോയിൽ നിന്നും മാവേലിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാബിനും ജീനയ്ക്കും കുഞ്ഞുകുട്ടികൾക്കും എല്ലാവർക്കും ഒരു പൊന്നോണം ആശംസിച്ചിട്ടുണ്ട്. ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി. കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോളി പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴി. നാണം നുണയുന്ന ചുണ്ടി ചോരുന്ന മധുരം കണ്ണും കണ്ണും ചൊല്ലും ഒരു കല്യാണക്കിന്നാരം, മനവും കുതിരും തമ്മിലൊഴിഞ്ഞു പുണർന്നു തളർന്നു മയങ്ങിയുറങ്ങിയുണർന്ന കിനാവിൽ. അങ്ങനെ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഓണാഘോഷ പരിപാടികളും ഓണം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇനിയും നമുക്ക് UAE-യിൽ നിന്നും കൂടെ ഓണവിശേഷങ്ങൾ അറിഞ്ഞാലോ? സോ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചേർന്നത് UAE-യിൽ നിന്നും കണ്ണൻ ആൻഡ് ഫാമിലിയാണ്. സോ കണ്ണനെയും കുടുംബത്തെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ലണ്ടൻ മലയാളം റേഡിയോയുടെ പൊന്നൂഞ്ഞാലിലേറി ഒരു ഘട്ട പോസ്റ്റുമായി. കണ്ണൻ ആൻഡ് ഷജന, വെൽക്കം ടു ദി ഷോ. ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി. ഓണവിശേഷങ്ങൾ ശ്രോതാക്കളോട് ഒന്ന് പങ്കുവെക്കാമോ കണ്ണൻ? എന്തൊക്കെയാണ് ഓണ ആഘോഷ പരിപാടികൾ എന്നൊക്കെ പങ്കുവെക്കാമോ? ആദ്യം തന്നെ LMR റേഡിയോയ്ക്കും എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ നാട് പത്തനംതിട്ട അടൂരാണ്. ഞാനിവിടെ UAE-യിൽ എത്തിയിട്ട് 9 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ആകെ 2 തവണയാണ് നാട്ടിൽ ഓണം ആഘോഷിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ തവണയും ഇവിടെ തന്നെയായിരുന്നു ഓണം ആഘോഷം. എല്ലാ തവണയൊന്നും ഓണം ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും കഴിയുന്നുണ്ടെങ്കിൽ ആഘോഷിക്കുക തന്നെ ചെയ്യാറുണ്ട്. അപ്പം കൂട്ടുകാരെല്ലാം വിളിച്ചു നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ അങ്ങ് കൂടും. അപ്പം വീട്ടിൽ കൂടി പിന്നെ എല്ലാ കാര്യങ്ങളും നാട്ടിലെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ ആ ഓണത്തിൻ്റെ ആ ഒരു ഫീല് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് മലയാളി സംഘടനകളുണ്ട്. അപ്പോൾ ആ മലയാളി സംഘടനകളുടെ എല്ലാം ആഭിമുഖ്യത്തിൽ പിന്നെ ഓണാഘോഷങ്ങൾ നടത്താറുണ്ട്. ശരിക്കും തമാശയാണെങ്കിൽ പോലും ഇവിടെ ഓണം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസ് വരെയും ഓണാഘോഷങ്ങൾ തന്നെയാണ്. സദ്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പിന്നെ സദ്യയൊക്കെ കഴിക്കാനായിട്ടും, അപ്പോൾ അതിൻ്റെ തലേദിവസം നമ്മൾ പോയിട്ട് സദ്യയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല. നമ്മൾ തന്നെ പോയി കറിക്കുള്ള കൂട്ടുകളൊക്കെ അരിഞ്ഞ് പ്രഥമനും പാൽപ്പായസവും സേമിയയും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യാണ്. നാടിനെ അങ്ങനെ മിസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും പിന്നെ ഓണത്തിൻ്റെ ആ ഒരു രസം നമ്മളിലേക്ക് ഈ സംഘടനകളിൽ കൂടെ ഉള്ള സംഘടനകൾ നടത്തുന്ന ഓണാഘോഷങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്.
ഞാൻ യു എയിലേക്ക് വരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നടക്കുമെന്ന്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ആണെങ്കിൽ കൂടി നമ്മൾ പൂക്കൾ വാങ്ങാൻ കിട്ടും, പൂക്കൾ ഒരുക്കും. എന്തായാലും ഓണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പൂക്കളും മുല്ലപ്പൂവൊക്കെ ചൂടി പൂക്കൾ ഒരുക്കലൊക്കെയാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരിക. ഇത്തവണത്തെ ഞങ്ങളുടെ ഓണത്തിന് വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഞങ്ങളുടെ കൂടെ ഒരു പുതിയ അതിഥി കൂടിയുണ്ട്. ഞങ്ങൾക്ക് മോളുണ്ടായിട്ടുള്ള ആദ്യത്തെ ഓണാണ്. അപ്പം അതുകൊണ്ട് ഇത്തവണത്തെ ഓണം കുറച്ചൊരു ഗംഭീരമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം അറിയാലോ, അതുകൊണ്ട് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ മോളുടെ കൂടെ ആദ്യത്തെ ഓണം നന്നായിട്ട് ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും ഒരു നല്ല ഓണാശംസകൾ അല്ലേ ഞങ്ങളുടെ 3 പേരുടെ. അച്ചുവിടാ, നമ്മുടെ കമ്പനിക്കുട്ടിക്ക് കരച്ചിലൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ ലണ്ടൻ മലയാളം റേഡിയോയുടെയും അമ്മിണിക്കുട്ടിയുടെ വക ഒരു സ്വീറ്റ് ഓണം ഉമ്മ കുഞ്ഞുവാവയ്ക്കുണ്ട്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി. ഒരുപാട് നന്ദിയുണ്ട് കണ്ണൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. അങ്ങനെ അമേരിക്കയിലെയും യു എയിലെയും ഒക്കെ ഓണവിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു, ഓണവിശേഷമൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട, ഇനി നമുക്ക് ലണ്ടനിൽ നിന്നും കുറച്ച് ഓണവിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ. സോ ലണ്ടനിൽ നിന്നും ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് ഒരു മലയാളി നഴ്സും കുടുംബവുമാണ്, സിനി ഫിലിപ്പ് ആൻഡ് ഹസ്ബൻഡ്. നമുക്ക് അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യാം പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റിലേക്ക്. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി. നമസ്കാരം സിനി. നമസ്കാരം ചേട്ടാ. ഇത് പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റിൽ നിന്നും അമ്മിണിക്കുട്ടിയാണ്. ലണ്ടനിലെ ഓണവിശേഷങ്ങൾ മലയാളി ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കാമോ? ഹലോ അമ്മിണിക്കുട്ടി, നമസ്കാരം. ഇത് സിനിയാണ് ക്രോഡോയിൽ നിന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും എൻ്റെയും വക ഓണാശംസകൾ. ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം HMA അസോസിയേഷൻ വെച്ചായിരുന്നു, അതായത് ഹീത്രൂ മലയാളി അസോസിയേഷൻ വെച്ചായിരുന്നു. അവിടെ വലിയൊരു കലാവിരുന്ന് തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസും മാവേലിയും നാടൻ പാട്ടുകളും കഥകളിയും പിന്നെ എല്ലാത്തിനും ഉപരിയായി നല്ല ഓണസദ്യയും ഉണ്ടായിരുന്നു. വടംവലി ഉണ്ടായിരുന്നു, കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെയും വടംവലി ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു. എങ്കിൽ പോലും ഇതൊക്കെ ഇവിടെ ഉണ്ടായാലും നാട്ടിലെ ആഘോഷങ്ങൾ ഞങ്ങളിവിടെ മിസ് ചെയ്യുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച് സിനി. ഞങ്ങളോടൊപ്പം കുറച്ചു നേരം ഈ ഓണത്തിന് പൊന്നൂഞ്ഞാലിൽ ഓണവിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയതിൽ. അങ്ങനെ അമേരിക്കയിലെയും യു എയിലെയും UK ഒക്കെ ഓണവിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, സമ്മതിച്ചു. പക്ഷേ നമ്മൾ എവിടെയോ ഒന്ന് മിസ്സായോ എന്നൊരു സംശയം. ആരെയാ മിസ് ചെയ്തേ? അതെ, നമ്മുടെ നാട്ടിലെ ഓണവിശേഷങ്ങൾ അല്ലേ. ഞാൻ ഒരിക്കലും മിസ്സാക്കിയതല്ല. ഈ മധുരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും അവസാനമല്ല കഴിക്കുന്നത്. അതായത് ചോറിൻ്റെ കൂടെ നമ്മൾ പായസം കഴിക്കില്ലല്ലോ, ചോറ് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ പായസം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാട്ടിലെ ഓണവിശേഷങ്ങൾ ഏറ്റവും അവസാനം മാറ്റിവെച്ചത്. ഇനിയും നമുക്ക് നാട്ടിലെ ഓണവിശേഷങ്ങൾ അറിയാൻ ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ലൈനിൽ ചേർന്നത് സൗത്ത് ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഫർണിച്ചർ ഗ്രൂപ്പായ ഡാംറോ ഫർണിച്ചേഴ്സിന്റെ കേരളത്തിന്റെ റീജിയണൽ ഹെഡ് മിസ്റ്റർ ഡിനു ജോസും കുടുംബവുമാണ്. സോ ഡിനു ജോസിനെയും ബിനിത ഡിനുവിനെയും നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം പൊന്നൂഞ്ഞാലിലേക്ക്. ഇത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി. നമസ്കാരം സർ. നമസ്കാരം ഡിനു. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? എങ്ങനെയാണ് നാട്ടിൽ നിങ്ങൾ ഓണം പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ ലണ്ടൻ മലയാളം റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മകൾ അലീന, മകൻ അലൻ, ഞങ്ങളെല്ലാവരും കൂടുന്ന ഒരു ചെറിയൊരു കുടുംബമാണ് ഞങ്ങളുടേത്. സാധാരണ എല്ലാ വർഷവും ഓണത്തിന് എൻ്റെ ഫാദറും മദറും US നിന്ന് വരാറുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം അവർക്ക് വരാൻ പറ്റിയില്ല. അവരെത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഓണം. എന്നാലും ഈ പ്രാവശ്യം ഞങ്ങളുടെ കുറേ കസിൻസൊക്കെ വരുന്നുണ്ട്. എല്ലാവരോടും കൂടി ഒത്തുകൂടുന്ന ഒരു ചെറിയൊരു പൂക്കളം, അത് കഴിഞ്ഞ് ഒരു ചെറിയ ഓണസദ്യ, അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ കറങ്ങാൻ പോകും. ഇതാണ് ഞങ്ങളുടെ ഓണം. ഒരു ചെറിയ ഒതുങ്ങിക്കൂടിയ ഒരു കുടുംബം, എല്ലാവരും കൂടി ഒതുങ്ങിക്കൂടിയ ഒരു ഓണാഘോഷം. ഈ വർഷത്തെ ഞങ്ങളുടെ ഓണം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെറിയ രീതിയിൽ വീട്ടിലും ചെറുതായിട്ടൊന്ന് ആഘോഷിക്കും ഞങ്ങൾ ഓണം. അതിനുശേഷം ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ഈ പ്രാവശ്യം എല്ലാവരും കൂടി കൂടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും പായസവും പപ്പടവും പഴവും എല്ലാം കൂട്ടി ഓണസദ്യ എല്ലാം കഴിച്ച് അതിനുശേഷം അവിടെ കുറേ ഓണക്കളികളെല്ലാം അവർ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം പങ്കെടുത്ത് അടിച്ചു പൊളിക്കാനാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. LMR റേഡിയോയ്ക്കും ശ്രോതാക്കൾക്കും
അമ്മണിക്കുട്ടിക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരുപാട് നന്ദിയുണ്ട് സർ, ഒരുപാട് നന്ദിയുണ്ട് ബിനിത. ഞങ്ങളോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിൽ, ഓണം വിശേഷങ്ങൾ ഞങ്ങൾ അറിയാൻ സാധിച്ചതിൽ. സോ കുടുംബത്തോടൊപ്പം നല്ലൊരു ഓണമായിരിക്കട്ടെ ഇത്തവണയെന്നും വിഷ് ചെയ്തുകൊണ്ട് നല്ലൊരു പൊന്നോണം ഞങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ഇനി മാന്യ ശ്രോതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓണ എഴുത്ത് എഴുതിയ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ എഴുത്തും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടേ എഴുത്തുകളാണ് ഞങ്ങൾ വായിച്ചത്. അത് സമയപരിധി കാരണം മാത്രമാണ്. ഒരുപാട് സമയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇനി ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നേനെ. ഇനി നമുക്ക് കലാശക്കൊട്ടിലേക്ക് കയറേണ്ട നേരമായി. കലാശക്കൊട്ടെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള നേരമായി. സോ ഈ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് എഴുത്തിൽ ആർക്കാണ് സമ്മാനം പോയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ അണിയറയിൽ നമ്മുടെ RJ കാവ്യ, RJ ഉണ്ണിമായ, RJ മനു ആൻഡ് സന്തോഷ് സർ, പിന്നെ നമ്മുടെ ബോസ് ആയ ജെറി സർ എല്ലാവരും കൂടി ചേർന്നൊരു ലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ പ്രവീണാണോ ഷമീമാണോ സമ്മാനാർഹമായ എഴുത്തിനുടമ എന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അവിടെ കാണാൻ കഴിയും, അവിടെ എഴുതി കാണിക്കും ആർക്കാണെന്ന്. സോ അത് മറ്റാർക്കുമല്ല, നമ്മുടെ പ്രവീണിനാണ് ഇത്തവണത്തെ ഓണ സമ്മാനം. സോ ലണ്ടൻ മലയാളം റേഡിയോയുടെ വകയും അമ്മണിക്കുട്ടിയുടെ വകയും നല്ലൊരു പൊന്നോണം ആശംസിക്കുന്നു പ്രവീൺ. കൺഗ്രാറ്റുലേഷൻസ്. സോ പ്രവീണിനും കുടുംബത്തിനും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിത. അപ്പോ ഇനി എങ്ങനെയാ? സമയം നോക്കിക്കേ, വളരെ അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പൊന്നൂഞ്ഞാലേറിയ ഒരു ഘട്ട പോസ്റ്റ് എന്ന പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നല്ലൊരു പൊന്നോണം ആശംസിച്ചുകൊണ്ട് ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും അമ്മണിക്കുട്ടിയാണ്. ഇനിയും അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ വീണ്ടും കാണും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇപ്പോൾ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.